ഇഞ്ചി. ഇത് വെളുത്തുള്ളി. ഇത് എന്തോന്നാണ്? ഇതെന്തോന്നാണ്? പറ. ടൊമാറ്റോ, തക്കാളി. അപ്പം കണവ റോസ്റ്റിന് കണവ, കറിവേപ്പില, സവാള, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി ഇത്രയും നമ്മൾ എടുത്തിട്ടുണ്ട്. ഓയിൽ ഒഴിക്കാം. അടുത്തത് എന്തോന്നാണ്? കടുക്. നമുക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി, സവാള, ആവശ്യത്തിന് ഉപ്പ്, കറിവേപ്പില. ഇത് ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മൂടി വെച്ച് ഉന്തിയല്ല, ഉള്ളി വെന്താന്ന് നോക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ ഒരുവിധം വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. എന്തൊക്കെ പൊടിയാണ് തനു ചേർക്കാനുള്ളത്? എന്തോന്നാണ്? മഞ്ഞൾപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഗരം മസാല. ഇതെന്തോന്നാണ്? കുരുമുളക്. ഇതെന്ത് ചെയ്യണം? നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്താണ് തന്നൂസേ? ഇതെന്തോന്നാണ്? തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ച മണം എല്ലാം ഒന്ന് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതെന്താണ്? കണവ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കറിവേപ്പിലയും കൂടെ ചേർത്ത് മൂടി വെച്ച് വേവിക്കാം. നമുക്ക് കണവ എന്തായിന്നൊന്ന് നോക്കാം. ദേ നന്നായിട്ട് ഗ്രേവിയൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ വറ്റിക്കണമെന്നുള്ളവർക്ക് വറ്റിക്കാം. മതിയോ മക്കളെ? തനൂസ് മാതാവ് തിന്നിട്ട് കൊണ്ടുവന്നേണതാ. ഇങ്ങനെയാണ് തിന്നത്. അപ്പോൾ റോസ്റ്റ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഗ്രേവി വറ്റിയതായിരിക്കും. അപ്പോൾ നമ്മളിതിന് മൂടി വെച്ച് തണുക്കുമ്പോൾ ഇത് നന്നായിട്ട് എന്താ പറയുക, ഗ്രേവി കുറേ കൂടെ അങ്ങ് വറ്റി വരും. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻസ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക.